ആ വോട്ടെടുപ്പിൽ നല്ല ഒരു പോളിംഗ് ശതമാനം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ടും അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിക്കും. നമ്മുടെ കൊലമംഗലം പഞ്ചായത്തിലെ പാർലമെൻ്ററി പാർട്ടിയിലെ ഒരംഗം കൂടി കൃത്യമായിട്ട് ഞങ്ങൾക്കുണ്ടാകും. അത് ഞങ്ങൾക്ക് വരാൻ പോകുന്ന 2025 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളത് ഊർജം പകരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രത്യേകത ഉണ്ട്, എന്തെന്ന് പറയാമോ? അതൊന്നുമല്ല, 31 വാർഡുകളിലാണ് കേരള സംസ്ഥാനത്താകെ ഇന്ന് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട്, മറ്റുള്ള തെരഞ്ഞെടുപ്പുകളേക്കാൾ വ്യത്യസ്തമായൊരു ഒരു പ്രത്യേകതയുണ്ട്. അറിയാവോ? നമ്മുടെ മഷി പുരട്ടുന്നത് നമ്മുടെ നടുവിരലിലാണ്. അത് ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ? അതായത് നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ മഷി പുരട്ടുന്നത് നടുവിരലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പൊ നടുവിരലിൽ മഷി പുരട്ടാൻ തീരുമാനിച്ചതിന്റെ കാരണം? അത് ഈ അടുത്ത് പിന്നെ വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നതുകൊണ്ട് അവിടെ ചൂടുവിരലിൽ മഷി ആൾറെഡി പുരട്ടി കഴിഞ്ഞു. അപ്പോൾ അവിടെയും ചില വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ എല്ലാ വാർഡുകളിലും ഒരു നടുവിരലിൽ മഷി പുരട്ടുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളെല്ലാ പ്രാവശ്യവും ചൂണ്ടുവിരലിൽ മഷി പുരട്ടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോൾ നടക്കുന്ന ഡിസംബർ 10 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നടുവിരലിലാണ് മഷി പുരട്ടുന്നത്. നന്ദി, നമസ്കാരം.